വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വൈ ഡിഡ് സഹോദരൻ അയ്യപ്പൻ ഓർഗനൈസ് ദ മിശ്ര ഭോജനം ഓൺ മെയ് 29, 1970? 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ നടത്തിയ ഒരു ഇതാണ് എന്ത്, മിശ്ര ഭോജനം എന്ന ഒരു പ്രോഗ്രാം അല്ലേ. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു ഒപ്പോസ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി റിലേറ്റഡ് ടു ഡൈനിങ് ടുഗദർ. എന്തിനെ എതിർത്തുകൊണ്ടാണ്? സമൂഹത്തിലെ എന്താണ് ഉള്ള ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള വേർതിരിവ് അല്ലേ, ആ ഡിസ്ക്രിമിനേഷനെ എതിർത്തുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. സൊസൈറ്റി റിലേറ്റഡ് ടു ഡൈനിങ് ടുഗദർ, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിനൊക്കെയുള്ള ഉയർന്ന ജാതിക്കാരോടുകൂടെ താഴ്ന്ന ജാതിക്കാരിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എതിരെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു അത്. ടു പ്രൊവൈഡ് ഫുഡ് ഫോർ ദ പുവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടു സെർവ് ഫുഡ് ടു മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. ടു എറാഡിക്കേറ്റ് ഹങ്കർ ഇൻ ദ കൺട്രി. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? എ. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, അപ്പോൾ നമുക്ക് അത് തന്നെ എഴുതാം. ടു ഒപ്പോസ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി റിലേറ്റഡ് ടു ഡൈനിങ് ടുഗദർ, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിനെ തുടർന്ന് അല്ലേ, അതുമായി റിലേറ്റ് ചെയ്ത് അത് നടത്തിയതാണ് അല്ലേ. അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനെ എതിർത്തുകൊണ്ട് നടത്തിയതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ ഇനീക്വാലിറ്റി റെഫേഴ്സ് ടു എ കണ്ടീഷൻ വെയർ ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ നോട്ട് ട്രീറ്റഡ് ഈക്വലി. വാട്ട് ആർ ദ കോസസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി? അതായത് സാമൂഹ്യമായ തുല്യതയില്ലായ്മയ്ക്ക് കാരണം അല്ലേ, സോഷ്യൽ ഇനീക്വാലിറ്റിക്ക് കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? എക്കണോമിക് ഇനീക്വാലിറ്റി, അതായത് സാമ്പത്തികമായ ഇനീക്വാലിറ്റി. എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന ഇനീക്വാലിറ്റീസ് വിത്തിൻ സോഷ്യൽ സ്ട്രക്ചർ. ജിയോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ആർ ദ കോസസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ ഇനീക്വാലിറ്റിയുടെ കാരണങ്ങൾ എന്നാണ് നമ്മൾ നോക്കണം. എക്കണോമിക് ഇനീക്വാലിറ്റി, എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി, ഇനീക്വാലിറ്റീസ് വിത്തിൻ സോഷ്യൽ സ്ട്രക്ചർ, ജിയോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. പൈതൃകം. ഇതൊക്കെയാണ് എന്തിന് കാരണം? സോഷ്യൽ ഇനീക്വാലിറ്റിക്ക് കാരണമായിട്ട് മാറുന്നത്. ആക്ടിവിറ്റി 2 നോക്കൂ. വാട്ട് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഇൻ സ്കൂൾ? റൈറ്റ് എനി ടു. നമ്മുടെ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ്, റൂൾസ്. സ്കൂളിൽ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ഏതൊക്കെയാണ്? 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ഫോളോ ദ ടൈം ഷെഡ്യൂൾ. നമ്മുടെ ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഫോളോ ദ ക്യൂ ഫോളോ ചെയ്യുക. വിയർ ദ സ്കൂൾ യൂണിഫോം. യൂണിഫോം ഇടുക, സ്കൂളിലെ യൂണിഫോം ഇടുക. ടൈം, സ്കൂളിലെ ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഫോളോ ദ ടൈം ഷെഡ്യൂൾ അല്ലേ, സ്കൂളിൽ എത്തേണ്ട സമയത്ത് എത്തണം അല്ലേ, ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഫുഡ് കഴിക്കണം, അങ്ങനെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പിക്ചേഴ്സ് ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദെയർ നെയിം. താഴെ കുറച്ച് ലെജിസ്ലേച്ചറിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം തന്നിരിക്കുന്നത് പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റാണ്. ആദ്യം തന്നിരിക്കുന്നത് ഏതാണ് മക്കളെ? ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. ബി ഏതാണ്? ബി എന്ന് പറയുന്നത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏതാണ്? കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് എന്നുള്ള വാക്ക് നമ്മുടെ ലെജിസ്ലേച്ചറിനുണ്ടാവും, ലെജിസ്ലേറ്റീവിനകത്ത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ആദ്യം കാണുന്ന പിക്ചർ ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെയാണ്. രണ്ടാമത് കാണുന്നത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടേതാണ്. ഇനി റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 ലോസ് ടു ബി ഫോളോഡ് ഇൻ ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട 2 ലോസിൻ്റെ പേര് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ട്രാഫിക് ലോസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട ലോസ് ആണ് അല്ലേ.
ഫോളോ ചെയ്യേണ്ട ലോസാണ് ട്രാഫിക് ലോസ്. പിന്നെ ഒന്നാണ് എന്താണ് എൻവയോൺമെൻറ്റൽ ലോസ്. എൻവയോൺമെൻറ്റൽ നിയമങ്ങൾ, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. ഏതൊക്കെയാണ് ട്രാഫിക് ലോ അല്ലേ, ഗതാഗത നിയമങ്ങൾ, പിന്നെ എൻവയോൺമെൻറ്റൽ ലോ. ആക്ടിവിറ്റി 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇൻകം ആർ കറക്റ്റ്? ഇൻകം, വരുമാനവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ കറക്റ്റ് ഏതാണെന്ന് എഴുതേണ്ടത്. നിങ്ങൾ ഏതാണ് എഴുതേണ്ടത്? കറക്റ്റ്. ട്രൂ ഏത് അല്ലെങ്കിൽ റോങ് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ജോബ്സ് പ്രൊവൈഡ് ദ സെയിം ഇൻകം. എല്ലാ ജോലിക്കും ഒരേ ഇൻകമാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ അതല്ല നമ്മൾ എഴുതേണ്ടത്. ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സ് അഫക്റ്റ് ഫാമിലി ഇൻകം. അതെന്താണ്? നമ്മുടെ ഫാമിലി, നമ്മുടെ സോഴ്സ്, ഡിഫറൻസസ് ഇൻ ഇൻകത്തിലുള്ള ഡിഫറൻസസ് എന്ത് ചെയ്യും? ഇൻകം സോഴ്സസ് അഫക്റ്റ് ഫാമിലി ഇൻകം. ഫാമിലിയുടെ ഇൻകത്തെ അഫക്റ്റ് ചെയ്യും അല്ലേ? അഫക്റ്റ് ഫാമിലി ഇൻകം. ഇൻകം സോഴ്സസ് ഡിഫറൻസ് ആണെങ്കിൽ എന്താണ്? ഫാമിലി ഇൻകത്തെ അത് അഫക്റ്റ്. ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സസ്, ഇൻകം സോഴ്സിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യും? അഫക്റ്റ് ഫാമിലി ഇൻകം. അത് കറക്റ്റാണ്. അപ്പം നമ്മൾ അത് എഴുതണം അല്ലേ? പിന്നെയോ ബാങ്ക് ഡെപ്പോസിറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഇൻകം. ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻകത്തെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം ബാങ്ക് ഡെപ്പോസിറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഇൻകം എന്ന് പറയുന്നത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ? ബാങ്ക് ഡെപ്പോസിറ്റ് കനോട്ട് ബി കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയണം. ചെയ്യുന്നുണ്ട് അല്ലേ? ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ഫാമിലീസ് വിത്ത് ഹയർ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. അത് എന്താണ്? ശരിയാണ്. ഫാമിലീസ് വിത്ത് ഹയർ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റീസൺ ഫോർ ഡിഫറൻസസ് ഇൻ ഫാമിലി ഇൻകം? ഫാമിലി ഇൻകം ഡിഫറൻസ് ആവാനുള്ള റീസണുകൾ എന്തെല്ലാമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നമുക്ക് എഴുതാം. ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സ് ആർ എ മേജർ റീസൺ ഫോർ വേരിയേഷൻ ഇൻ ഫാമിലി ഇൻകം. ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്സ് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് വേരിയസ് ഇൻകം സോഴ്സസ്. അതെ, ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സസ് ആർ എ മേജർ റീസൺ. എന്താണ്? ഇൻകം സോഴ്സസിൻ്റെ ഡിഫറൻസസ് ആണ് എന്ത്? മേജർ റീസൺ എന്ന് പറയുന്നത്. ഫോർ വേരിയേഷൻ ഇൻ ഫാമിലി ഇൻകം. ഫാമിലി ഇൻകത്തിൻ്റെ വേരിയേഷൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സസ് ആണ്. ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് വേരിയം ഇൻകം സോഴ്സസിന് എക്സാമ്പിളുകളാണ്. ഇൻകം ലെവൽസ് വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ദിസ് സോഴ്സ് ഓഫ് ഇൻകം. ദോസ് വിത്ത് ഹയർ ഇൻകം ക്യാൻ ഫുൾഫിൽ മോർ ദെയർ നീഡ്സ്. നമുക്ക് നല്ല ഇൻകം ഉണ്ടെങ്കിൽ, അതായത് നല്ല വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് പറ്റും. വേറെ പീപ്പിൾ വിത്ത് ലോവർ ഇൻകം ഓഫ്റ്റൻ സ്ട്രഗിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നെസസറി. നമുക്ക് ഇൻകം കുറവാണെങ്കിൽ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. അതാണ് ഇതിന് റീസൺ. അപ്പോൾ ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സസ് ആണ് ഇതിൻ്റെ മേജർ റീസൺ. അപ്പോൾ നിങ്ങൾ അതാണ് എഴുതേണ്ടത്. എന്താണ്? ഡിഫറൻസസ് ഇൻ മേജർ റീസൺ for variation of family income. Activity 4. This logo belongs to which mission of the Kerala government? താഴെ കാണിച്ചിരിക്കുന്ന ലോഗോ കേരള ഗവൺമെൻറ്റിൻ്റെ ഏത് മിഷനുമായി, ഏത് സംരംഭവുമായി ബന്ധപ്പെട്ട ലോഗോയാണ് ഇത്? ഇവിടെ താഴെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റീബിൽഡ് കേരള, ഹരിത കേരളം, ആദ്രം ലൈഫ്. ഏതാണ് മക്കളെ? ഹരിത കേരളം. ഹരിത കേരളവുമായി ബന്ധപ്പെട്ട ലോഗോയാണ് കേട്ടോ. ഹരിത കേരളത്തിൻ്റെ ലോഗോയാണ് ഹരിത കേരളം. ഇനി വിച്ച് സെക്ടേഴ്സ് ആർ എംഫസൈസ്ഡ് അണ്ടർ ദിസ് മിഷൻ? ഏതൊക്കെ സെക്ടേഴ്സാണ് എംഫസൈസ്ഡ് അണ്ടർ ദിസ് മിഷൻ? ഈ മിഷൻ്റെ കീഴിൽ വരുന്നത്. ദ ഹരിത കേരളം മിഷൻ ഈസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്. ദ ഫോക്കസ് ഓൺ ഏരിയാസ് such as soil water conservation, sanitation, waste management and organic farming. ഹരിത കേരള മിഷൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലേ ഇത്. ഏത് ഏരിയയ്ക്ക് ഫോക്കസ് ചെയ്യുന്നത്? സോയിൽ വാട്ടർ കൺസർവേഷൻ അല്ലേ,
മണ്ണ് ജല സംരക്ഷണം, പിന്നെ സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ്, ഈ മേഖലയിലൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ദ ഹരിത കർമ്മസേന ആൻഡ് പച്ചത്തുരുത്ത് ആർ നോട്ടബിൾ പ്രോഗ്രാംസ് അണ്ടർ ദ ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷൻ്റെ കീഴിൽ വരുന്നതാണ് എന്ത്? ഹരിത കർമ്മസേന ആൻഡ് പച്ചത്തുരുത്ത് എന്ന് പറയുന്ന പ്രോഗ്രാംസൊക്കെ. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ വേസ്റ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ അംഗങ്ങൾ വരും അല്ലേ. പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് കത്തിക്കാൻ പാടില്ല, ആ പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. പ്ലാസ്റ്റിക് കത്തിച്ച് മലിനപ്പെടുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇതാണ് ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തും ഒക്കെ. മനസ്സിലായോ? ആക്ടിവിറ്റി 5. വിച്ച് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു എർത്ത്? എർത്തിൻ്റെ അടുത്ത് കാണപ്പെടുന്ന സ്റ്റാർ ഏതാണ്? ദ ലിവിങ് പ്ലാനറ്റ്. നോക്കാം ഏതാണ്? സണ്ണ്, ആൻഡേഴ്സ്, വീനസ്, ഹെർക്കുലസ്. ഏതാണ് ഇതിൽ? സണ്ണാണ്. ഏതാണ്? സണ്ണ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർസ്? സ്റ്റാർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത്. സ്റ്റാർസ് ചെറുതായിട്ടാണ് കാണുന്നത് കാരണം അത് എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അല്ലേ. സ്റ്റാർസ് ആർ ഗ്യാൻ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ആർ ലൂമിനിസെൻറ്റ്. സ്റ്റാർസ് എങ്ങനെയാണ്? സ്റ്റാർസ് ആർ ഗ്യാൻ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനിസെൻറ്റ്. അത് നല്ല പ്രകാശമുള്ള വലിയ സെലസ്റ്റിയൽ ബോഡീസ് ആണ് അല്ലേ. ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതെന്ത് ചെയ്യും? ഒരുപാട് ഹീറ്റും ചൂടും ലൈറ്റും പുറത്തേക്ക് വിടും അല്ലേ. ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർ. ഒരുപാട് സ്റ്റാർസ്, ബില്യൺസ് ഓഫ് സ്റ്റാർസ് കൂടി ചേർന്ന ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഗാലക്സീസ്. അപ്പോൾ സ്റ്റാർസിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് എഴുതാം? നിങ്ങൾക്ക് ഇത്ര വലിയ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എന്തെന്ന് എഴുതാം? സ്റ്റാർസ് അപ്പിയേഴ്സ് എന്താണ് സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത്. അല്ലെങ്കിൽ അത് എഴുതേണ്ട. സ്റ്റാർസ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് കാണുന്നത് കാരണം അത് എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ എന്ത് എഴുതാം? സ്റ്റാർസ് ആർ എന്താണ്? ഫാർ അവേ ഫ്രം എർത്ത് അല്ലേ. ഫാർ അവേ ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കാണുന്നത്. പിന്നെ എന്താ? സ്റ്റാർസ് ആർ ഗ്യാൻ. അത് അടുത്ത ഒരു ഗ്യാൻ സെലസ്റ്റിയൽ ബോഡി. അത് എഴുതാം. അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. സ്റ്റാർസ് നല്ല വലുതാണ്. അതുപോലെ സ്റ്റാർസ് ആർ ലൂമിനിസെൻറ്റ്. എന്താണ്? സ്റ്റാർസ് നല്ല തിളക്കമുള്ളതാണ് അല്ലേ, പ്രകാശമുണ്ട്. പിന്നെ ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അത്ര എഴുതിയാൽ മതി. ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6 ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. എന്താ പറയുന്നത്? ഒരു ലോങ് പീരീഡ് ഒരു ഏരിയയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആവറേജ് ഡെയിലി വെതർ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലൈമറ്റ്, കാലാവസ്ഥ എന്ന് പറയുന്നത്. താഴെ കുറച്ച് ന്യൂസിൻ്റെയും അനൗൺസ്മെൻറ്റ്സിൻ്റെയും ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് സീസണുമായി ബന്ധപ്പെട്ട, ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ട്രോളിംഗ് ബാൻ ഇമ്പോസ്ഡ്, ഗവൺമെൻറ് പ്രൊവൈഡ്സ് ഫ്രീ റേഷൻ ടു ഫിഷർമാൻ. എന്താ പറയുന്ന ആദ്യത്തിൽ? ട്രോളിംഗ് എന്ത് ചെയ്തു? ബാൻ ചെയ്തിരിക്കുന്നു അല്ലേ, ചുമത്തിയിരിക്കുന്നു. ട്രോളിംഗ് ബാൻ ഇമ്പോസ്ഡ്. ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ചാണ് പറയുന്നത്. ട്രോളിംഗ് നിരോധനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഫിഷർമാൻ, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുമായി ബന്ധപ്പെട്ടതാണ്. ട്രോളിംഗ് നിരോധിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ട്രോളിംഗ് ബാൻ ചെയ്തിരിക്കുന്നു എന്ന, ട്രോളിംഗ് നിരോധനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് ന്യൂസിലല്ലേ. അപ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡ് ഫ്രീ റേഷൻ ടു ഫിഷർമാൻ. ഫിഷർമാനിന് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? റേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഏത് സമയത്താണ് ട്രോളിംഗ് നിരോധനം വരുന്നത്? മൺസൂൺ. ഏത് കാലത്താണ് മക്കളെ? മൺസൂൺ അല്ലേ. മൺസൂൺ ടൈമിലാണ്, നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മൺസൂൺ. ബി നോക്കൂ. സൺ ബേൺ. സൂര്യൻ കത്തുന്നു. വർക്കിംഗ് അവർ ഹാവ് ബീൻ റിവൈസ്ഡ്. എന്താണ്? ജോലി സമയം പരിഷ്കരിച്ചു അല്ലേ. ജോലി സമയം കുറച്ചു അല്ലെങ്കിൽ ജോലി സമയം മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. സൺ ബേൺ, സൂര്യൻ കത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ കത്തുന്ന ഏത് സമയത്തായിരിക്കും? സമ്മർ. ഏതാണ് മക്കളെ? സമ്മർ. ഇനി ഹെയിൽ സ്റ്റോം. ഹെയിൽ സ്റ്റോം എന്ന് വെച്ചാൽ ആലിപ്പഴം വീഴുന്നത് അല്ലേ. ക്രോപ്സ് ഡിസ്ട്രോയിഡ്. ആലിപ്പഴം വീണ് എന്ത് ചെയ്തു? ക്രോപ്സ് ഒക്കെ എന്ത് ചെയ്തു? നശിച്ച്
പോയി എന്നാണ് പറയുന്നത്. അതേ സമയമായിരിക്കും വിൻ്റർ അല്ലേ, ആലിപ്പഴം വീഴുന്ന ടൈമിലാണ് വിൻ്റർ അല്ലേ. ഹെയിൽ സ്റ്റോംസ്, ക്രോപ്സ് ഡിസ്ട്രോയിഡ്. അപ്പോൾ നമ്മൾ 3 സീസൺസിനെ കുറിച്ചാണ് പറഞ്ഞത്, മൺസൂൺ, സമ്മർ, വിൻ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് കോസസ് ദ സീസൺ? എന്താണ് എർത്തിൻ്റെ ഏത് മൂവ്മെൻറ്റ്സ് ആണ് എന്തിന് കാരണമാവുന്നത്? സീസൺസിന് കാരണമാവുന്നതെന്ന് ചോദിച്ചേക്കണേ. നമ്മൾ റൊട്ടേഷനും റെവല്യൂഷനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മൂവ്മെൻ്റ് ആണ് സീസൺസ് മാറി വരാൻ കാരണമാകുന്നത്? എർത്തിൻ്റെ ഏത് മൂവ്മെൻ്റ് ആണ്? റെവല്യൂഷൻ. അതാണ് മക്കളെ? റെവല്യൂഷൻ. ഇനി ഹൗ മച്ച് ടൈം ഡസ് ദ എർത്ത് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഫുൾ റൊട്ടേഷൻ? ഒരു ഫുൾ റൊട്ടേഷന് വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? നമ്മൾ 23 hours and 56 minutes for second, അല്ലെങ്കിൽ നമ്മൾ പറയും 24 hours എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 24 hours എന്നും എഴുതാം. മനസ്സിലായല്ലോ? 23 hours 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എന്നാണ് പറയുന്നത്. എർത്ത് ഒരു കംപ്ലീറ്റ് 1 ഫുൾ റൊട്ടേഷൻ ആവണമെങ്കിൽ, ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേഷനിൽ വരുന്നെങ്കിൽ നമുക്ക് 23 അവറും 56 മിനിറ്റ് 4 സെക്കൻഡും വേണം. അതായത് 24 hours 24 മണിക്കൂറാണ് ഉത്തരം. ആക്ടിവിറ്റി 7, അനലൈസ് ദ ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു ഫിസിയോഗ്രഫിക്കൽ മാപ്പാണ്, അതായത് പ്രകൃതിയുടെ ഒരു മാപ്പാണ് നൽകിയിരിക്കുന്നത്. അത് നോക്കിയിട്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഇതിൽ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഹാസ് ദ സ്മോളസ്റ്റ് ഏരിയ? ഏറ്റവും കുറവ് കാണപ്പെടുന്ന ഏരിയ, സ്മോളസ്റ്റ് ഏരിയ കാണുന്ന ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണ്? ഏറ്റവും കുറവ് കാണുന്നത് ഏതാണ്? ഇതാ ഈ കിടക്കുന്നതാണ് അല്ലേ. ഇത് ഏതാണ്? കോസ്റ്റൽ ഏരിയ ആണ്. ഏതാണ്? കോസ്റ്റൽ ഏരിയ. The highland region of Kerala shares the most border with which neighboring state? The highland region of Kerala, കേരളത്തിൻ്റെ ഹൈലാൻഡ് റീജിയൻസ് ഷെയർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന നെയ്ബറിങ് സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന സംസ്ഥാനം? ഏതാണ്? തമിഴ്നാട്. വാട്ട് ആർ ദ 3 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് കേരള? കേരളത്തിലെ 3 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഏതൊക്കെയാണ്? അതിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് 3ആണ്. ഏതൊക്കെയാണ്? കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഇത് 3മാണ് 3 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഇനി വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഹയസ്റ്റ് എലവേഷൻ എബോവ് സീ ലെവൽ? സീ ലെവലിന് മുകളിൽ കാണപ്പെടുന്ന ഹയസ്റ്റ് എലവേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ഫിസിയോഗ്രാഫിക് ഡിവിഷനിലാണ്? ഏതിലാണ്? ഹൈലാൻഡിൽ. എവിടെയാണ് ഹയസ്റ്റ് എലവേഷനുള്ള? ഹൈലാൻഡിൽ, എബോവ് സീ ലെവൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ആക്ടിവിറ്റീസ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.